നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അള്ളാഹു കുറച്ച് കൽപ്പനകളും വിധിവിലക്കുകളും തന്നിട്ടുണ്ട്. അതുമാത്രം നോക്കിയാൽ മതി. നമ്മൾ ഒരു വേദഗ്രന്ഥങ്ങളും പിന്നെ നോക്കണ്ട. നമ്മൾ ഈ ആൾ ദൈവങ്ങളെയൊന്നും പോയി ഇത് കേൾക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും, ഉറപ്പാണ്. ഞാൻ വായിക്കട്ടെ, കേൾക്കുക. ദൈവത്തിന് പുറമെ മറ്റാരോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. എത്ര പ്രതികൂലമായാലും സത്യമേ പറയാവൂ. പരദൂഷണം പറയരുത്. മറ്റുള്ളവരെ പരിഹസിക്കരുത്. അസൂയ അരുത്. ചാരവൃത്തിയും ഒളിഞ്ഞു കേൾക്കലും അരുത്. കള്ളസാക്ഷി പറയരുത്. സത്യത്തിന് സാക്ഷ്യം പറയാൻ മടിക്കരുത്. സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തണം. പരുഷമായിട്ട് സംസാരിക്കരുത്. ആളുകളോട് സൗമ്യമായ വാക്കുകൾ പറയണം. ഭൂമിയിൽ വിനയത്തോടെ നടക്കണം. നടത്തത്തിൽ അഹങ്കാരം അരുത്. അനാവശ്യ കാര്യങ്ങളിൽ മുഴുകരുത്. മറ്റൊരാളുടെ തെറ്റുകൾ കഴിയുന്നത്ര മാപ്പ് നൽകണം. മറ്റുള്ളവരോട് ഔദാര്യത്തോടെ പെരുമാറണം. അതിഥികളെ സൽക്കരിക്കണം. പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കണം. അനാഥകളെ സംരക്ഷിക്കണം. ചോദിച്ചു വരുന്നവരെ ആട്ടിക്കളയരുത്. വിഷമിക്കുന്നവരെ കണ്ടെത്തി സഹായിക്കണം. ചെയ്ത ഉപകാരം എടുത്തെടുത്ത് പറയരുത്. വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ തിരിച്ചേൽപ്പിക്കണം. കരാർ ലംഘിക്കരുത്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. തിന്മയിൽ സഹകരിക്കരുത്. നന്മയിലോ പരസ്പരം സഹകരിക്കണം. നീതി പ്രവർത്തിക്കണം. വിധി കൽപ്പിക്കുമ്പോൾ നീതി അനുസരിച്ച് വിധിക്കണം. ആരോടും അനീതി ചെയ്യരുത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. സത്യവും അസത്യവും കൂട്ടിക്കലർത്തരുത്. വഞ്ചകർക്ക് കൂട്ടു നിൽക്കരുത്. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. പിശുക്ക് അരുത്. അന്യൻ്റെ ധനം അന്യായമായി തിന്നരുത്. അനാഥകളുടെ ധനം അപഹരിക്കരുത്. ധനം ധൂർത്തടിക്കരുത്. മദ്യം കഴിക്കരുത്. കൈക്കൂലി അരുത്. പലിശ അരുത്. വ്യഭിചാരത്തെ സമീപിക്കരുത്. കൊലപാതകം അരുത്. ചൂത് കളിക്കരുത്. മറ്റുള്ളവർക്ക് പാഠം ആകും വിധം കുറ്റവാളികളെ ശിക്ഷിക്കണം. ഊഹങ്ങൾ അധികവും കളവാണ്. ഊഹങ്ങൾ വെടിയണം. തിന്നുക, കുടിക്കുക, പക്ഷേ അധികമാവല്ലേ. ശവം, രക്തം, പന്നിമാംസം എന്നിവ നിഷിദ്ധമാണ്. ഭാഗ്യപരീക്ഷണങ്ങൾ അരുത്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. മനുഷ്യർക്കിടയിൽ ഐക്യത്തിന് ശ്രമിക്കണം. നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്. ഉച്ചനീചത്വ ബോധം ഉണ്ടാകരുത്. ദൈവഭക്തനാണ് നിങ്ങളിൽ ശ്രേഷ്ഠൻ. കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കണം. ഇങ്ങോട്ട് യുദ്ധം ചെയ്താലല്ലാതെ അങ്ങോട്ട് യുദ്ധം ചെയ്യരുത് കേട്ടോ. യുദ്ധമര്യാദകൾ പാലിക്കണം. യുദ്ധത്തിൽ നിന്ന് പിന്തിരിയരുത്. അഭയാർത്ഥികളെ സഹായിക്കണം, സംരക്ഷിക്കണം. മറ്റുള്ളവരെ കണ്ണടച്ച് അനുകരിക്കരുത്. പൗരോഹിത്യം പാടില്ല. സന്യാസം പാടില്ല. നഗ്നത മറക്കണം. ശുദ്ധിവൃത്തി സൂക്ഷിക്കണം. കോപം അടക്കി നിർത്തണം. സമ്മതം കൂടാതെ അന്യരുടെ വീട്ടിൽ പോവരുത്. രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹവും നടത്തരുത്. മാതാക്കൾ മക്കൾക്ക് പൂർണ്ണമായിട്ട് മുലയൂട്ടണം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കളോട് മുഖം ചുളിച്ചു സംസാരിക്കരുത്. പാടില്ല. മാതാപിതാക്കളുടെ സ്വകാര്യ മുറിയിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുത്. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും എഴുതി വെക്കണം. കടം വീട്ടാൻ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ വിഷമിപ്പിക്കരുത്. ഭൂരിപക്ഷം സത്യത്തിന്റെ മാനദണ്ഡമല്ല. സ്ത്രീകൾ മാന്യമായി ഒതുക്കത്തോടെ കഴിയണം. മരണപ്പെട്ടവന്റെ സ്വത്ത് കുടുംബാംഗങ്ങൾക്ക് അനന്തരം നൽകണം. സ്ത്രീകൾക്കും സ്വത്തവകാശമുണ്ട്. സ്ത്രീ ആയാലും പുരുഷനായാലും കർമ്മങ്ങൾക്ക് തുല്യ പ്രതിഫലമുണ്ട്. കുടുംബത്തിൻ്റെ നേതൃത്വം പുരുഷന് നൽകണം. ആർത്തവകാലത്ത് ലൈംഗിക സമ്പർക്കം അരുത്. പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. വിജ്ഞാനം നേടുന്നവർക്ക് ഉന്നത പദവി നൽകും. ഭരണാധികാരികളെ പ്രാപ്തി നോക്കി തിരഞ്ഞെടുക്കണം. ആരാധനാലയങ്ങളിൽ നിന്ന് ആളുകളെ തടയരുത്. മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത്. എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കണം. സത്യത്തിലേക്ക് ക്ഷണിക്കുന്നത് സതുപദേശത്തോടെ കൂടിയാവണം. ആരാധനാവേളയിൽ നല്ല വസ്ത്രം അണിയണം. മതത്തിൽ നിർബന്ധിക്കാൻ പാടില്ല.
ഒരാൾക്ക് കഴിയാത്തത് അയാളെ നിർബന്ധിക്കരുത്. കഷ്ടപ്പാടുകളിലും വിഷമതകളിലും ക്ഷമ കൈക്കൊള്ളണം. അനാചാരങ്ങൾക്കെതിരെ പോരാടണം. വർഗീയത അരുത്. ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്ക് നിർഭയത്വം നൽകും. ദൈവം കാരുണ്യവാനാണ്, അവനോട് പാപമോചനം നേടുക. ദൈവം എല്ലാ പാപങ്ങളും ഒന്നിച്ച് മാപ്പ് ചെയ്യുന്നവനാകും. ദൈവകാരുണ്യത്തെക്കുറിച്ച് നിരാശരാവരുത്. ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിളല്ലേ? ഇത് മാത്രം നോക്കിയാൽ മതി. ഇതാണ് എല്ലാ പ്രവാചകന്മാരും നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഈ കൽപ്പനകൾക്കോ ഈ വിലക്കുകൾക്കോ മതമുണ്ടോ? മതമില്ല. മതം ആരോ ഉണ്ടാക്കിയേ? മതം മനുഷ്യരുണ്ടാക്കി. പക്ഷേ കൽപ്പനകൾ ദൈവം മാത്രം. ഈ കൽപ്പനകളാണ് എല്ലാ പ്രവാചകന്മാരും നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഒന്നുകൂടി ഇത് കേട്ട് മനസ്സിലിരുത്തുക കേട്ടോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.